ഹായ് ഫ്രണ്ട്സ്, അടുത്ത നമുക്ക് ചാപ്റ്ററിന്റെ ശേഷമുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എക്കോണമി ആൻഡ് എക്കണോമിക് ഇൻഡിക്കേറ്റർ ക്യാൻ ബി. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് പഠിച്ചതാണ് അല്ലേ, പ്രോ സൈക്ലിക്, കൗണ്ടർ സൈക്ലിക്, സൈക്ലിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്കണോമി ആൻഡ് എക്കണോമിക് ഇൻഡിക്കേറ്റർ എന്തായിരിക്കാം? ചിലപ്പോൾ മുൻകൂട്ടി അല്ലേ, സോ പ്രോ സൈക്ലിക് ആയിരിക്കാം. ഓക്കെ, കൗണ്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ സൈക്ലിക് ആയിരിക്കാം. സോ അപ്പോൾ ഓൾ ഓഫ് ദി അബവ് എന്ത് ചെയ്യുക, ആൻസർ വരാം. ഓക്കെ, രണ്ടാമത്തത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഈസ് ഡിഫൈൻഡ് ആസ്. എന്താണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ? സോ കീ പെർഫോമൻസ് നമ്മൾ KPIs എന്ന് പറയുന്നത് നമ്മൾ ഗോളൊക്കെ എന്തുണ്ടാവും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഗോള് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു നമ്മുടെ ആക്ഷൻസിൻ്റെ ആ പ്രോഗ്രസ് എത്രത്തോളം മെഷർ ചെയ്യാനുള്ള ഒരു ടൂളാണ് എന്ത് പറയുന്നത്, KPI എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടോ അല്ലേ, അതാണ് KPI എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം. സോ KPI വിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് എല്ലാം. ഓക്കെ, ഇറ്റ് ഈസ് എൻ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എബിലിറ്റി ആണോ എല്ലാം. എ പെർഫോമൻസ് മെഷർമെന്റ് ടൂൾ ടു ഗേജ് ഹൗ എ കമ്പനി ഈസ് ഡൂയിങ്. അപ്പോൾ നാലാമത്തെ എ ഗ്രോത്ത് സ്ട്രാറ്റജി ദാറ്റ് മേക്സ് കോമ്പറ്റീഷൻ ഇൻ ടു അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഈ നാലത്തിലെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്, ഹൗ എ കമ്പനി ഈസ് ഡൂയിങ് എന്നാണ് അല്ലേ. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, KPIs ഒരു സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മളെ പെർഫോമൻസ് എത്രത്തോളം നമ്മളെ ടാർഗറ്റ്, നമ്മുടെ ലക്ഷ്യത്തിനോട് അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് KPI നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തത് പാരറ്റോ ഇംപ്രൂവ്മെന്റ്. ഓക്കെ, സോ പാരറ്റോ ഇംപ്രൂവ്മെന്റ് ഒരു വെൽഫെയർ എക്കണോമിക്സ് ആൻഡ് എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടൊരു കോൺസെപ്റ്റ് ആണ്. ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ Aയും Bയും എന്ന് പറയുന്ന രണ്ട് പേരുണ്ടെന്ന് വിചാരിക്കുക, രണ്ടുപേരും ഒരേപോലെ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, മിസ്റ്റർ A ആണെങ്കിലും മിസ്റ്റർ B ആണെങ്കിലും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നിൽക്കുകയാണ്. ആ സമയത്ത് ഓക്കെ, പാരറ്റോ ഇംപ്രൂവ്മെന്റ് അവിടെ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും വെച്ചാൽ ഒരാൾക്ക് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ്, അതായത് അറ്റ്ലീസ്റ്റ് 1%, ദാറ്റ് ഈസ് Aയും Bയും ഉണ്ടല്ലോ, അതിൽ മിസ്റ്റർ Aക്ക് എന്താണ് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുകയാണ് വിത്തൗട്ട് ഹാമിങ് മിസ്റ്റർ B. അതായത് മിസ്റ്റർ ബീനെ സാധാരണയായിട്ട് നമ്മൾ ഒരു എന്താ പറയുക, ഒരാൾക്ക് കൂടുതൽ കൊടുക്കുമ്പോൾ മറ്റാൾക്ക് കുറയ്ക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, അതായത് രണ്ടുപേരും സെയിം സിറ്റുവേഷൻ നിൽക്കുകയാണ്, സെയിം ലെവലിൽ നിൽക്കുകയാണ്. ഇനി Aക്ക് എന്താണ് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുകയാണ്. ഓക്കെ, എക്സ്ട്രാ ഒരു ബെറ്റർ സിറ്റുവേഷൻ വരാണ് ആർക്ക്, Aക്ക്, വിത്തൗട്ട് ഹാമിങ് ആരെ, ബീനെ ഒട്ടും എന്താണ് താഴോട്ട് കൊണ്ടുപോകാതെ തന്നെ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അത്തരം ഒരു ഇമ്പ്രൂവ്മെന്റ് വിളിക്കുന്ന പേരാണ് പാരറ്റോ ഇമ്പ്രൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ഒരാൾക്ക് നല്ലത് സംഭവിക്കാം, മറ്റൊരാൾക്ക് എന്ത് ചെയ്യാതെ യാതൊരു മോശവും ഉണ്ടാവാതെ. ഓക്കെ, അതാണ് പാരറ്റോ ഇമ്പ്രൂവ്മെന്റ്. അപ്പോൾ നോക്കാം. സോ പാരറ്റോ ഇമ്പ്രൂവ്മെന്റ് ഇസ് എൻ ആക്ഷൻ ദാറ്റ് മേക്സ് ബോത്ത് ഓഫ് ദ പേഴ്സൺ ബെറ്റർ ഓഫ്. ഓക്കെ, സോ രണ്ടുപേരെയും ബെറ്റർ ആക്കുന്നതല്ല, അറ്റ്ലീസ്റ്റ് 1% വേഴ്സ് ഓഫ്, ഒരാൾ താഴോട്ട് അതല്ല, അറ്റ്ലീസ്റ്റ് 1% വേഴ്സ് ഓഫ് വിത്തൗട്ട് മേക്കിംഗ് എനി വൺ ബെറ്റർ ഓഫ്. അതുമല്ല, അറ്റ്ലീസ്റ്റ് 1% ബെറ്റർ ഓഫ് വിത്തൗട്ട് മേക്കിംഗ് എനി വൺ വേഴ്സ് ഓഫ്. അപ്പോൾ അതല്ല നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ്. അതായത് അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും എന്തുണ്ടാവുക, ഒരു ബെറ്റർ സിറ്റുവേഷൻ എന്ത് ചെയ്യുക, ആ ഒരു ആക്ഷൻ കൊണ്ട് ഉണ്ടാവുക, ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക, പക്ഷെ മറ്റാൾക്ക് എന്ത് ചെയ്യരുത്, ഒരു കുറവ് വരുത്താതെ തന്നെ. ഓക്കെ, അതുകൊണ്ട് പാരറ്റോ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ ഓപ്ഷൻ D ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇനി ഓൺ ദ ബേസ് ഓഫ് ടൈമിംഗ് ഓഫ് എക്കണോമിക് ഇൻഡിക്കേറ്റർ, ടൈമിങ്ങിന്റെ ബേസിൽ ലീഡിങ്. ഓക്കെ, സോ അതുപോലെ തന്നെ ലാഗഡ് ആയിട്ട്, അതായത് മുൻകൂട്ടി ലാഗായിട്ട് കോയിൻസ് രണ്ട് ഒരുമിച്ച് അല്ലേ. അപ്പോൾ ഏതാണ് ഓൾ ഓഫ് ദി അബവ് വരാം. സോ നാലാമത്തെ ക്വസ്റ്റിന്റെ ഓപ്ഷൻ D ആണ് വരാം, ഓൾ ഓഫ് ദി അബവ് ആണ് വരാം. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് അല്ലേ. സോ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് നമുക്കറിയാം, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് അല്ലേ. സോ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റത്തെ പോയിന്റ് പറയുന്നത് ഫെയിംസ് ആർ എന്നാണ്, പ്രൈസ് സെറ്റേഴ്സ് ആണ്. അങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചത്, മൊണോപ്പൊളി മാർക്കറ്റിലല്ലേ ഫെയിം പ്രൈസ് മേക്കർ ആവുന്നത് അല്ലേ. സോ നമ്മൾ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫെയിംസ് ആരാണ്, പ്രൈസ് ടേക്കർ ആണ്, മേക്കർ അല്ല ടേക്കർ ആണ്. സെറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ മാർക്കറ്റിലെ ഇക്വിലിബ്രിയം പ്രൈസ് ടേക്ക് ചെയ്യാൻ മാത്രമേ ആർക്ക് പറ്റുള്ളൂ, ഫെയിംസിന് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് കറക്റ്റ് അല്ല. ഓക്കെ, ഫെയിംസ് പ്രൈസ് സെറ്റേഴ്സ് ഉള്ള തെറ്റാണ്. അപ്പോൾ അത് ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഒരു ഫീച്ചർ ഏതാണെന്ന്. അപ്പോൾ ഒന്നാമത്തത് അതല്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷനിലല്ല. രണ്ട്, ദർ ആർ ഫ്യൂ സെല്ലേഴ്സ്, അങ്ങനെയല്ല, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അപ്പോൾ ഫ്യൂ സെല്ലേഴ്സ് ആരുടെ പ്രത്യേകത അല്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അടുത്ത് ഫെയിംസ് ക്യാൻ എക്സിറ്റ് ആൻഡ് എൻ്റർ ദ മാർക്കറ്റ് ഫ്രീലി. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, പിന്നെ ഓൾ ഓഫ് ദിസ്. അപ്പോൾ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫെയിംസ് ക്യാൻ എക്സിറ്റ് ആൻഡ് എൻ്റർ ഇൻ ദ മാർക്കറ്റ് ഫ്രീലി. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ഓർഡർ ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ദ ഫെയിം ഷുഡ് പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട് ലെവൽ ഫോർ വിച്ച് പഠിച്ചിട്ടുണ്ട്. മാക്സിമം പ്രോഫിറ്റ് എപ്പോഴാണ്, MR ഈക്വൽ അല്ലെ, MC ഈക്വൽ ടു MR അല്ലെ. മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും തുല്യമാവുന്ന പോയിന്റാണ് നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാർജിനൽ റവന്യൂ ഈക്വൽസ് ടു മാർജിനൽ കോസ്റ്റ് ആയിരിക്കും നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് പോയിന്റ്. അപ്പോൾ ഓപ്ഷൻ B ആണ് സ്യൂട്ടബിൾ ആയിട്ട്. ഇനി
എന്താണ് മാർജിനൽ റവന്യൂസ് ഡിഫൈൻഡ് ആസ് ഫേംസിൻ്റെ മാർജിനൽ റവന്യൂ? മാർജിനൽ കോസ്റ്റ് നമുക്ക് കൂടുതൽ പരിചയമാണ് അല്ലെ? എന്താണ് മാർജിനൽ കോസ്റ്റ്? ഒരു എക്സ്ട്രാ 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്? ഇതേപോലെ തന്നെ ഒരു 1 എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് സെല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്ട്രാ റവന്യൂവിനെ വിളിക്കുന്ന, ആ ഒരു അഡീഷണൽ സെയിൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ റേഷ്യോ ഓഫ് ടോട്ടൽ റവന്യൂ ടു ക്വാണ്ടിറ്റി അതല്ല, അഡീഷണൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസർ ബൈ ലോവറിംഗ് പ്രൈസ് അതല്ല, അഡീഷണൽ റവന്യൂ റിസീവഡ് ഡ്യൂ ടു ടെക്നിക്കൽ ഇന്നോവേഷൻ ആണോ? അല്ല, അഡീഷണൽ റവന്യൂ റിസീവഡ് വെൻ സെല്ലിംഗ് 1 മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് അല്ലേ? ഒരു എക്സ്ട്രാ ഔട്ട്പുട്ട് നമ്മൾ സെല് ചെയ്യുമ്പോൾ, ഒരു അഡീഷണൽ യൂണിറ്റ് സെല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അഡീഷണൽ സെയിൽസിനെ, എക്സ്ട്രാ റവന്യൂവിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഡി ആണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത, വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് മെത്തേഡ്. കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് അല്ലാത്തത് ഏതെന്നാണ്. അപ്പോൾ 4 ഒരെണ്ണം കോമ്പറ്റീഷൻ ബേസ്ഡ് അല്ല, ബാക്കി 3 കോമ്പറ്റീഷൻ ബേസ്ഡ് ആയിരിക്കണം അല്ലേ? അപ്പോൾ ഗോയിങ് റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മാർക്കറ്റിൽ ഒരു ലീഡർ അവർ കൊണ്ടുപോകുന്ന പ്രൈസ്, അപ്പോൾ അതൊരു കോമ്പറ്റീഷൻ ബേസ്ഡ് ആണ് അല്ലേ? അതുപോലെ തന്നെ സീൽഡ്, നമ്മുടെ മറ്റേ കൊട്ടേഷൻ എന്നൊക്കെ പറയുമല്ലോ, നമ്മളുടെ ഓപ്ഷൻ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സീൽഡ് ബിഡ് പ്രൈസിങ് കാര്യങ്ങൾ അല്ലേ? അതുപോലെ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്നിട്ട് മാർജിനൽ കോസ്റ്റ് പ്രൈസ് എന്ന കോസ്റ്റ് ബേസ്ഡ് അല്ലേ? കോമ്പറ്റീഷൻ നോക്കിയിട്ടല്ലോ അവിടെ പ്രൈസ് ചെയ്യുന്നത്. അവിടെ ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റിനെ ബേസ് ചെയ്ത്, കോസ്റ്റ് സ്ട്രക്ചർ നോക്കിയിട്ടാണ് നമ്മൾ പ്രൈസിങ് ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ അതായിരിക്കണമല്ലോ ഇതിൽ. പിന്നെ 4ാമത്തെ ഒന്ന് വായിച്ചു നോക്കാം, ട്രേഡ് അസോസിയേഷൻ. ട്രേഡ് അസോസിയേഷൻ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ആ കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൈസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ബേസ്ഡ് ആയിട്ടുള്ളത് അല്ലാത്തത് ഏതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ വരുന്നത് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് ആണ്. ബിക്കോസ് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് ബേസ്ഡ് മെത്തേഡ്സിൽ വരുന്നതാണ് അല്ലേ? അതുകൊണ്ട് അതിൽ സി ആണ് ആൻസർ വരിക. അടുത്തത്, പ്രൈസിങ് ഓഫ് എ നീഷ്യ പ്രൊഡക്ട്സ് ഈസ് അപ്രോപ്രിയേറ്റ് ടു ഏത് മെത്തേഡാണ്? ഇത് നോക്കുമ്പോൾ പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്. എന്താണ് പെർസീവ്ഡ് വാല്യൂ പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കണ്ടറിഞ്ഞ് കൊടുക്കുന്ന അല്ലേ? നമ്മൾ ഒരു അതിൻ്റെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റി അങ്ങനത്തെ ആ ഫീച്ചേഴ്സ് അല്ല, പകരം ഓരോ കസ്റ്റമറിൻ്റെ ഒരു ബിലീഫ് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഇനീഷ്യ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ എക്സാമ്പിൾ പറയുന്നതായിരിക്കും കുറച്ച് നല്ലത്. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഞാൻ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഇയർഫോണൊക്കെ നമ്മൾ എയർപോഡ് ഇയർഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, ഈ കോൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഇഷ്യൂ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല വിലയുള്ള 5000 6000 ഒക്കെ ഉള്ളത് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ നമുക്ക് മ്യൂസിക്കും അതുപോലെ ഫിലിമൊക്കെ കാണാനൊക്കെ നല്ല രസമൊക്കെയാണ്, ഓക്കെയാണ്. പക്ഷേ കോളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടുതൽ ഈ ഫാനിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള സൗണ്ടുകളോ. പലരും ചോദിക്കുക ബീച്ചിലാണോ നിൽക്കുന്നത്? കാരണം അവർക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു ബീച്ചിൽ നിൽക്കുന്ന പോലത്തെ ഒരു സൗണ്ടാണ്. കാറ്റ് ഇതിലോട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് സൗണ്ട് അപ്പുറത്തുള്ള ആൾക്ക് കേൾക്കുന്നത് ഒരു ബീച്ചിലൊക്കെ നിൽക്കുന്ന ഫീൽ ആയിരിക്കും. പിന്നീട് നമ്മൾ ഈ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റൊക്കെ ഇറങ്ങിയതിന് ശേഷം അല്ലേ, നമുക്കറിയാം പ്രൈസ് ഉണ്ട്. പ്രൈസ് അതാണ് നമ്മളിവിടെ പറയുന്നത് 27,000. പക്ഷേ ആൾക്കാർ അത് വാങ്ങിക്കാൻ തയ്യാറാണ്. ആക്ച്വലി ഞാനും വാങ്ങിച്ചിരുന്നു പറഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ചത് ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോളൊക്കെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർഫോൺ വെച്ചിട്ട് സംസാരിക്കുന്നതാണ്. പക്ഷേ ആദ്യം യൂസ് ചെയ്തിരുന്നത് നമ്മൾ അത്യാവശ്യം കോസ്റ്റ് 10,000 റേഞ്ചിലൊക്കെ ഉള്ളത് യൂസ് ചെയ്തിരുന്നെങ്കിലും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. പിന്നെ ഞാൻ പ്രൈസ് നോക്കാതെ എന്ത് ചെയ്തിരുന്നു, ആപ്പിളിൻ്റെ ഇത് വാങ്ങിച്ചപ്പോൾ ഈ പറഞ്ഞ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ചിലർ ഓർഗാനിക് ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കഴിക്കണം എന്നുള്ള, അപ്പോൾ അവരൊന്നും അതിൻ്റെ വില നോക്കില്ല. കാരണം അവർ അതിന് ഒരു വാല്യൂ കൊടുക്കുന്നത് അതിൻ്റെ എന്താ പറയുക പ്രൈസ്, ഇത് മാർക്കറ്റ് ഡിമാൻഡ് അതൊന്നും നോക്കിയിട്ടല്ല. ഓക്കെ, ഇപ്പോൾ ഓർഗാനിക് ബേബി ഫുഡുകൾ, അതുപോലെ ഇപ്പോൾ ലൈക്ക് മറ്റേ ഹെൽത്ത് നോക്കുന്ന ആൾക്കാർ പ്രോട്ടീൻ പൗഡറൊക്കെ ഉണ്ട്. അപ്പോൾ വീഗൻ പ്രോട്ടീൻ പൗഡറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആൾക്കാർ പ്രൈസ് മുതലല്ല, മാർക്കറ്റിൻ്റെ പ്രൈസ് അങ്ങനത്തെ കാര്യങ്ങളല്ല, അവർ അതിനൊരു വാല്യൂ അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ചില ആർട്സ് മറ്റേ ഇതുണ്ടല്ലോ, നമ്മൾ കരകൗശല വസ്തുക്കൾ എന്നൊക്കെ പറയുമല്ലോ, ഓരോരുത്തരുണ്ടാക്കുന്ന ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ചില പ്രൊഡക്റ്റുകൾ കാര്യങ്ങൾ, അപ്പോൾ അതിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് അവരുടെ കണ്ണിൽ അവർ കാണുന്നൊരു വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നോക്കുക, ദ പ്രൈസിങ് ഓഫ് നീഷ്യ പ്രൊഡക്റ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഒന്ന് പെർസീവ്ഡ് വാല്യൂ. പെനട്രേഷൻ പ്രൈസിങ് രണ്ടാമത്. പെനട്രേഷൻ പ്രൈസിങ് ഒക്കെ എങ്ങനെയാണ്, നമ്മൾ ഈ ഒരു പബ്ലിക് ലാർജ്ലി വാങ്ങിക്കുന്ന നല്ല മാർക്കറ്റിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്കാണ് നമ്മൾ നല്ല വോളിയം കിട്ടാൻ വേണ്ടിയിട്ട് പെനട്രേഷൻ പ്രൈസിങ് യൂസ് ചെയ്യുക. അപ്പോൾ നീഷ്യ പ്രൊഡക്റ്റുകൾക്ക് അതല്ല സ്യൂട്ടബിൾ, പെനട്രേഷൻ അല്ല. ഡിഫറൻഷ്യൽ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആൾക്കാർക്ക് ഡിഫറെൻറ്റ് പ്രൈസ് ഓൾറെഡി സെറ്റ് ചെയ്യുക, അതുമല്ല. പിന്നെയുള്ളത് ഫുൾ കോസ്റ്റ് പ്രൈസിങ്, അതിൻ്റെ കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് പ്ലസ് എന്ത് ചെയ്യുക നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ചാർജ്, അതുമല്ല. പിന്നെ ഏതായിരിക്കും പെർസീവ്ഡ് വാല്യൂ ആയിരിക്കും ഏത് പ്രൊഡക്റ്റുകൾക്ക്, നീഷ്യ പ്രൊഡക്റ്റുകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം അവിടെ പെർസീവ്ഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് കണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് അയാളത് മനസ്സിലാക്കിയിട്ട് കൊടുക്കുന്ന ഒരു പ്രൈസാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അത് മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അയാളുടെ ഉപയോഗത്തിനനുസരിച്ച് ഓക്കെ ആൾ എന്ത് വാല്യൂവും കൊടുക്കാൻ തയ്യാറായിരിക്കും. അപ്പോൾ ആ
പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ് നീഷ് പ്രൊഡക്റ്റുകൾക്ക് എന്ത് ചെയ്യുന്നത് സ്യൂട്ട് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 9ാമത്തെ ആൻസർ വരുന്നത് എ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വൺ ഓഫ് ദ ബിലോ മെൻഷൻഡ് ഈസ് നോട്ട് എ മോഡേൺ തിയറി ഓഫ് ദി ഫെയിം. സോ നോട്ട് എ മോഡേൺ തിയറി എന്ന് പറയുന്നത്, അപ്പോൾ മോഡേൺ തിയറി അല്ലാത്തത് ഏതാണ് ചോദിക്കുന്നത്. കാരണം ട്രഡീഷണലി നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും നമ്മളിപ്പോൾ ആസ് എ CMA ഫൈനൽ സ്റ്റുഡൻറ്റ് നമുക്കറിയാം നമ്മൾ കൂടുതൽ ഫിനാൻസ് ആണ് പഠിക്കുന്നത് അല്ലേ. നമ്മൾ എവിടെ നോക്കുമ്പോൾ ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് തൊട്ട് തന്നെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ അവിടെ ഫസ്റ്റ് ഉള്ളൊരു കോൺസെപ്റ്റാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വേഴ്സസ് വെൽത്ത് മാക്സിമൈസേഷൻ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് എനി ഡിസിഷൻ മേക്കിംഗ് ഫിനാൻസിലെ ഏതൊരു ഡിസിഷൻ എടുക്കുമ്പോഴും എങ്ങനെയായിരിക്കണം, ടു ഇൻക്രീസസ് ദ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് അല്ലെ, വെൽത്ത് മാക്സിമൈസേഷൻ അപ്രോച്ച് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആ ഒരു ഡിസിഷൻ ആരുടെ വെൽത്തിനെ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിന്, അതായത് MPS മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ മാക്സിമൈസ് ചെയ്യണം. അത്തരം ഡിസിഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ മോഡേൺ തിയറി എന്ന് പറയുന്നതിൽ, മോഡേൺ തിയറി അല്ലെങ്കിൽ മോഡേൺ മാനേജേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് അല്ല. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ലാഭം ഉണ്ടാക്കണം. ഓക്കെ, അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് കമ്പനിയുടെ ലാഭം തന്നെ ആയിരിക്കുമെങ്കിലും അവിടെ ഡിസിഷൻസ് ഒക്കെ വേറെ പലതും, ലൈക്ക് ഇപ്പോൾ ഓരോ മാനേജറും ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്ന സെയിൽസ് എന്ത് ചെയ്യുക, മാക്സിമൈസ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈവൻ നമ്മൾ ടാക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, എക്സാമ്പിൾ ഇപ്പോൾ 2004 സമയങ്ങളിലൊക്കെ നമ്മൾ ഫോർഡ് മോട്ടോഴ്സ് ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്ന സമയത്ത് അവർ ഏകദേശം 5 lakhs എബവ് ഉള്ള കോസ്റ്റ് വരുന്ന കാറുകൾ ഓക്കെ അവർ മാനുഫാക്ചർ ചെയ്തിട്ട് 3 അവർ സെയിൽ ചെയ്തിരുന്നത്. ഓക്കെ, 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കോസ്റ്റ് വരുന്ന പ്രൊഡക്റ്റുകൾ 3 ലക്ഷത്തി സംതിങ്ങിനാണ് അവർ എന്ത് ചെയ്തത്, ഇന്ത്യൻ മാർക്കറ്റിൽ സെയിൽ ചെയ്തിരുന്നത്. അപ്പോൾ അത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരുന്നോ? അല്ല. വെൽത്ത് മാക്സിമൈസേഷൻ ആയിരുന്നു? അല്ല. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുന്നത്. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ മാരുതി സുസുക്കി എന്നുള്ള ആ ഒരു കാറ് ആധിപത്യം, അവരാണ് ഡോമിനൻ്റ് ആയിട്ട് മാർക്കറ്റിൽ നിന്നിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിനെ മാറ്റിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിലോട്ട് ഫോർഡ് മോട്ടോഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന കാറ് 3,70,000 ആ റേഞ്ചിൽ അവർ സെല്ല് ചെയ്തിരുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ലോസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഒരിക്കലും അവിടെ വെൽത്ത് മാക്സിമൈസേഷൻ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ മാനേജേഴ്സ് ആ ഡിസിഷൻ എടുത്തിരുന്നത്. അപ്പോൾ ട്രഡീഷണലി ഇങ്ങനെ ആയിരുന്നില്ല. ട്രഡീഷണലി ചെയ്തിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്താ പറയുക, ഡിസിഷൻ എടുക്കുമ്പോഴും അത് ലാഭം മാത്രം നോക്കിക്കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിനെ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അങ്ങനെയല്ല. മോഡേൺ മാനേജേഴ്സ് വെച്ചാൽ സെയിൽസ് മാക്സിമൈസേഷൻ, ഗ്രോത്ത് മാക്സിമൈസേഷൻ, മാർക്കറ്റിൽ എന്ത് ചെയ്യുക, മാർക്കറ്റ് ഷെയർ കൂട്ടുക. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വൺ ഓഫ് ദ ബിലോ മെൻഷൻഡ് ഈസ് എ നോട്ട് എ മോഡേൺ തിയറി എന്നാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ അപ്രോച്ച് ആണ്. ഓക്കെ, സോ മോഡേൺ ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്? സെയിൽസ് മാക്സിമൈസേഷൻ, അതുപോലെ തന്നെ മാക്സിമൈസേഷൻ ഓഫ് ഫെയിംസ് ഗ്രോത്ത്, മോഡൽ ഓഫ് മാനേജീരിയൽ ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മോഡേണിൽ വരുന്നത്. ട്രഡീഷണലാണ് എന്ത് വരുന്നത്? വെൽത്ത് മാക്സിമൈസേഷൻ വരുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ ഇസ് നോട്ട് എ മോഡേൺ തിയറി ഓഫ് ദി ഫെയിം. നമ്മൾ 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തതിൽ 10ാമത്തിൽ B ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആൻസേഴ്സ്. അപ്പോൾ ഇവിടെ വരെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാം. ഇതൊക്കെ തന്നെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ MCQ ഒക്കെ ചോദിക്കുന്നത്. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ജസ്റ്റ് ബൈ ഹാർട്ടൊന്നും പഠിക്കാൻ ശ്രമിക്കാതെ ഓരോ ക്വസ്റ്റ്യൻ ഒന്നും എന്ത് ചെയ്യുക, ഒരിത്തിരി ചിന്തിക്കുക. സോ പെർമനൻറ്റ് മെമ്മറിയിൽ അവിടെ നിന്നോളും. ഓക്കെ.